ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചെങ്കിലും ആൺപിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്റെ കൂടെ പഠിച്ച എല്ലാ പെൺകുട്ടികൾക്കും എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചെന്നാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് ഇത്രയേ ഉള്ളൂ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികളും എന്നോട് സംസാരിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണെന്ന്. ഇപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തെറി പറയരുത്, ഇങ്ങനെയും കുറെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ചൈനയിൽ ഒരു സംഭവം നടന്നത് നിങ്ങൾ അറിഞ്ഞോ? വെറും 20 വയസ്സുള്ള ഒരു ചെക്കന് നടന്നൊരു സംഭവമാണ് ഇത്. ഈ 20 വയസ്സുള്ള ചെക്കൻ വിചാരിക്കുന്നത് ഈ ചെക്കന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഈ ചെക്കനോട് പ്രണയമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളോടും ഈ ചെക്കൻ സ്വന്തം കാമുകിയോട് പെരുമാറുന്നത് പോലെ പെരുമാറാനും തുടങ്ങി. ആൻഡ് അത് വലിയ പ്രശ്നമായി മാറാനും തുടങ്ങി. സോ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ പോവാണ്. നിങ്ങളിപ്പോ കേൾക്കുമ്പോൾ വിചാരിക്കും അതങ്ങ് ചൈനയിലല്ലേ, ഇതൊക്കെ വളരെ റെയറായ കാര്യങ്ങളല്ലേ? അല്ല, നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. എല്ലാ പെണ്ണുങ്ങളോടല്ല. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു പെണ്ണ് നോക്കി ചിരിച്ചു അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ പെൺകുച്ചിനെ ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ? ഇനി അങ്ങനെയല്ല, ചില സമയത്ത് നിങ്ങളോട് പറയണേ എനിക്ക് ഇതിന് ഇഷ്ടമല്ല, ഇങ്ങനെ പുറകെ നടക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, അവൾക്ക് പേടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ മടിയായതുകൊണ്ടാണ് അവൾ പറയാത്തത്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരെ എത്ര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാലും നിങ്ങൾ പിന്നെയും അവർക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അവരുടെ സ്റ്റോറിയും പോസ്റ്റൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിനൊരു പ്രശ്നമുണ്ട്. അതാണ് ഡെല്യൂഷണൽ ലവ് ഡിസോർഡർ. ഈ ചൈനയിലെ ചെക്കനില്ലേ, ആ ചെക്കന് സംഭവിച്ചതും ഇത് തന്നെയാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ചൈനയിലെ ചെക്കൻ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഡെല്യൂഷൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഡെല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്ത ശക്തമായ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ശക്തമായ വിശ്വാസങ്ങളാണ്. ഈ സംശയരോഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെല്ലാം ഈ ഡെല്യൂഷന്റെ ടൈപ്പാണ്. സംശയരോഗത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാമുകന് കാമുകിയെ ഭയങ്കര സംശയമാണ്. കാമുകൻ പറയുന്നത് ഈ പെൺകുട്ടി അയാളെ ചീറ്റ് ചെയ്യുകയാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാമുകൻ പറയും അവൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്, മറ്റുള്ളവരുടെ പോസ്റ്റൊക്കെ കാണുമ്പോൾ അവൾ ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അവൾ പുറത്തു പോകുന്ന സമയത്ത് ആൾക്കാരെ നോക്കി ചിരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവൾ എന്നെ ചീറ്റ് ചെയ്യുകയാണ്, അതെനിക്ക് 100% ഉറപ്പാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലൊരു ലോജിക് ഇല്ല അല്ലെ? പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പറഞ്ഞു തിരുത്താനും നമുക്ക് പറ്റില്ല. ഇതാണ് മലയാളത്തിൽ നമ്മൾ സംശയരോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെല്യൂഷൻ ഓഫ് ജലസി. ഇതുപോലെ തന്നെ ഡെല്യൂഷൻസ് പലതരമുണ്ട്. കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ കോമൺ ആയ വേറൊരു ഡെല്യൂഷൻ ആണ് എപ്പോഴും അസുഖമാണെന്ന് ചിന്തിക്കുന്നത്. അതായത് ഡോക്ടറെ പലതവണ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അസുഖവുമില്ല. പക്ഷെ ഇവർ വിശ്വസിക്കുന്നത് എനിക്ക് എന്തോ ഒരു അസുഖമുണ്ട്, ഡോക്ടറിന്റെ കുഴപ്പമാണ്. അങ്ങനെ വേറെ ഡോക്ടർമാരെ കാണിക്കുന്നു. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഡെല്യൂഷന്റെ ഭാഗമാണ്. അതായത് ഡെല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം. നമ്മൾ എത്ര എവിഡൻസ് കൊടുത്താലും അവരെ അത് മാറാൻ റെഡി ആവില്ല. ഇനി ഒരു എവിഡൻസും ഇല്ലാണ്ട് അവരത് വിശ്വസിക്കുകയും ചെയ്യും. വേറെ ഒരു കോമൺ ആയിട്ടുള്ള ഡെല്യൂഷൻ ആണ്, കുറെ ആൾക്കാർ ചുറ്റി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരുടെ മുമ്പിലൂടെ നടന്നു പോകുന്നു. ആ സമയത്ത് അവരെന്തോ പറഞ്ഞ് ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നാണ് അവരെന്നെ പറ്റിയാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരങ്ങനെ ചിരിക്കില്ലായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. പക്ഷെ അവരെ തന്നെ നിങ്ങളോടൊന്ന് പറയാണ് നിന്നെ പറ്റിയല്ല സംസാരിച്ചത്, ഞങ്ങൾ വേറെ എന്തോട് സംസാരിച്ചത്. പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കാൻ റെഡി ആവില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി വിശ്വസിക്കും അവരെന്നെ പറ്റി തന്നെയാണ് സംസാരിച്ചത്, എനിക്കറിയാം അവരെന്നോട് നുണ പറയുന്നതാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്. ഈ ഡെല്യൂഷൻസിന്റെ ഒരു ടൈപ്പാണ് ഡെല്യൂഷണൽ ലവ് ഡിസോർഡർ. ഡെല്യൂഷണൽ ലവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചു അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിച്ചു കഴിയുമ്പോൾ ഇവര് വിചാരിക്കും ഇവരോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവരുടെ ക്രഷ് ഒന്ന് ഇവരെ നോക്കി ചിരിച്ചു കഴിയുമ്പോൾ ഇവർ വിചാരിക്കും ഇവരുടെ ക്രഷിന് ഇവരോട് ഭയങ്കര പ്രണയമാണെന്ന്. ഇവർ ചിലപ്പോൾ ഇഷ്ടം പറയും, അവർ ചിലപ്പോൾ റിജക്ട് ചെയ്യും. അവര് റിജക്ട് ചെയ്യുമ്പോൾ ഇവര് തന്നെ പറയും എനിക്കറിയാം അയാൾക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ പേടിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മടിയുള്ളതുകൊണ്ട് അവർ പറയാതിരിക്കുന്നതാണ്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇവരുടെ ക്രഷിന്റെ പുറകെ ഇങ്ങനെ നടക്കും. കുറെ മെസ്സേജ് അയക്കും, കുറെ കോൾ ചെയ്യും, അതുപോലെ തന്നെ അവരെ സ്റ്റോക്ക് ചെയ്യും. പണ്ടൊക്കെ സ്റ്റോക്കിംഗ് ആൾക്കാരുടെ പുറകെ നടന്നായിരുന്നെങ്കിൽ ഇന്ന് സ്റ്റോക്കിംഗ് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇവർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറക്കം കുറവായിരിക്കും, അതുപോലെ തന്നെ സമാധാനം കുറവായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് വളരെ കൂടുതലായിരിക്കും. ഇവരോട് ഇഷ്ടമാണെന്ന് ഇവർ വിചാരിക്കുന്ന ആൾക്കാർ ഇവർ ജസ്റ്റ് നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, ഇവർ നേരെ സ്വർഗത്തിലേക്ക് പോകും. നേരെ മറിച്ച് ഇവരുടെ ക്രഷ് ഇവരൊന്ന് ഇഗ്നോർ ചെയ്താൽ അത്രയും മതി, അവരപ്പം തന്നെ നേരെ നരകത്തിലോട്ടും പോകും. അതായത് ഇവരിടയ്ക്ക് ഹാപ്പി ആവും, ഇടയ്ക്ക് വിഷമിക്കും. ഇങ്ങനെ ഇവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിക്കുന്നത് അവർക്ക് ഇവരോട് ഇഷ്ടമാണെന്നാണ്. പക്ഷെ അവർക്ക് ശരിക്കും ഇഷ്ടമല്ലല്ലോ. ഇവർക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല, കൂടുതലും ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ ഇവരുടെ ക്രഷിന്റെ റിപ്ലൈക്ക് വേണ്ടി ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആവുകയും ഇവർ വിചാരിക്കും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ റിപ്ലൈ ചെയ്തതെന്ന്. അവരിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും ഇവർ വിശ്വസിക്കാൻ റെഡി ആവില്ല. പക്ഷെ ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യവുമാണ്. കാരണം ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ക്രഷിന് ഇവർ ഇഷ്ടമാണെന്നല്ലേ. ഇനി ഇവരുടെ വിശ്വാസത്തിനെതിരായിട്ട് ഈ ക്രഷിന് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെന്ന് ഇവർക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എല്ലാം തീരാൻ. ഇവര് പറയും അവളെന്നെ ചതിക്കുമായിരുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എന്നിട്ട് അവൾ വേറെ ആൾക്കാരുടെ കൂടെ പോയി എന്നൊക്കെ പറയും. ചില സമയങ്ങളിൽ ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ അവർ അറ്റാക്ക് വരെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഇങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ആ ചൈനക്കാരൻ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ ചൈനയിലെ 20 വയസ്സുള്ള ചെക്കൻ വിചാരിച്ചു ആ സ്കൂളിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഈ ചെക്കനോട് പ്രണയമാണെന്ന്. ആൻഡ് ഈ ചെക്കൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ സ്കൂളിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ചെക്കൻ ഈ ചെക്കനാണെന്നാണ്. അങ്ങനെ എല്ലാ പെൺകുട്ടികളോടും സ്വന്തം കാമുകിയെ പോലെ പെരുമാറാൻ തുടങ്ങി. കുറെ പെൺകുട്ടികൾ ഇയാളെ റിജക്ട് ചെയ്തു. ആ സമയത്തൊക്കെ ഇയാള് പറഞ്ഞു അവരെന്നെ റിജക്ട് ചെയ്യുന്നത് അവർക്ക് പേടിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാണുള്ളതുകൊണ്ടാണ് അവരെന്നെ റിജക്ട് ചെയ്യുന്നത്. എനിക്കറിയാം ആ പെൺകുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണ്. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഈ ചെക്കൻ ഒരു ഡോക്ടറെ കണ്ടു. ഇപ്പോ ആ ചെക്കൻ ട്രീറ്റ്മെന്റിലാണ്. പതുക്കെ നോർമലായി വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ ഡെലൂഷണൽ ലവ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്രഷിനോട് തോന്നുന്ന കാര്യം മാത്രമല്ല. ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിനിമാ നടൻ, സിനിമാ നടി, സെലിബ്രിറ്റീസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നോട് ക്രഷ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും ഡെലൂഷണൽ ലവ് ആണ്. അതായത് ചില സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ നടിക്ക് എന്നോട് ക്രഷ് ഉണ്ട്, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടന്നവരെ ശല്യപ്പെടുത്തുന്നു. ഇതും ഡെല്യൂഷന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഒരു വാർത്ത ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ ഇതെങ്ങനെ മാറ്റാമെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അതായത് മെഡിസിൻ പ്ലസ് സൈക്കോതെറപ്പി. അതായത് ഒരു സൈക്കോളജിസ്റ്റ് വഴി തെറപ്പി നടത്തുന്നതും ഇതിന്റെ കോമ്പിനേഷൻ ആണ് സാധാരണ ഡെല്യൂഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ എന്താണ് ഡെല്യൂഷൻ എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡെല്യൂഷന്റെ ഒരു സബ് ടൈപ്പ് മാത്രമാണ്. പക്ഷെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംശയരോഗം, അല്ലെങ്കിൽ എപ്പോഴും അസുഖമാണെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, എനിക്ക് എന്തോ ശക്തി ഉണ്ടെന്ന് പറയുന്നത്, ഇങ്ങനെ പലതരം ഡെല്യൂഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വരുന്ന ദിവസം സംസാരിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എന്തായാലും കമന്റ് ചെയ്യുക. ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.